ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണുന്നത് റേഡിയേഷൻ ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമുക്കറിയാവുന്ന പോലെ റേഡിയേഷൻ എക്സ്പോഷർ, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരാൾ റേഡിയേഷൻ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാക്കും. പക്ഷേ അതേസമയം തന്നെ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ റേഡിയേഷൻസ് എത്ര എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് ഉപയോഗിച്ചാലാണിത് ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാം. മെഷർ ചെയ്താൽ പോരാ, അത് ഒരു ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു പ്രൊവൈഡ് സം യൂണിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള റേഡിയേഷൻ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ റേഡിയേഷനെ കുറിച്ച് ആദ്യം തന്നെ പറയുമ്പോൾ നമുക്കതിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it refers the number of unstable nuclei present in a radioactive nuclide. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലൈഡിൽ എത്രത്തോളം അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ഉണ്ട് എന്നത് നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആണെങ്കിലും അതിൽ നിന്നും ഹയർ എമൗണ്ട് ഓഫ് എനർജി ഉള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് റേഡിയേഷൻസൊക്കെ എമിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ എനർജി കുറച്ച് ഒരു സ്റ്റേബിൾ ന്യൂക്ലിയസ് ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവർ റേഡിയോ ഡിസിൻറ്റഗ്രേഷൻസ് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഈ റേഡിയോ ഡിസിൻറ്റഗ്രേഷൻസിൻ്റെ മെഷറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗണ്ടാണ് നമ്മൾ ആക്ടിവിറ്റിയിൽ പറയുന്നത്. സോ ആക്ടിവിറ്റി ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ, ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ present in a radionuclide. ഒരു റേഡിയോ ന്യൂക്ലൈഡിൽ എത്ര അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ഉണ്ട് എന്നതിൻ്റെ റെഫറൻസാണ് നമ്മൾ ആക്ടിവിറ്റി മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുക. ആൻഡ് എവറി അൺസ്റ്റേബിൾ ന്യൂക്ലൈഡ് വിൽ റിലീസ് or which attains or regains stability by radio disintegrations. ഇങ്ങനെയുള്ള അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് റേഡിയോ ഡിസിൻറ്റഗ്രേഷൻസ് നടത്തിയിട്ട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് റേഡിയേഷൻ റിലീസ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്ടിവിറ്റി. Quantity of radiation released from a radioactive element. ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൽ നിന്നും എത്രത്തോളം റേഡിയേഷൻ എമിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റി അത് എന്തിനോട് തുല്യമായിരിക്കും, ഓർ അത് എന്തിനോട് പ്രൊപ്പോർഷൻ ആയിരിക്കും, ഈസ് proportional to activity. So lambda ആണ് നമ്മുടെ ആക്ടിവിറ്റി എങ്കിൽ lambda is proportional to n എന്ന് പറയാം, where n is the number of unstable nucleus present in a radioactive element. Okay, so this activity can give an idea of of the quantity of radiations released per unit time. So activity gives an idea about the quantity of radiations released per unit time. Okay, so ഇത് ആക്ടിവിറ്റിയാണ്. സോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റി ഈസ് ക്യൂരി. ക്യൂരിയാണ് അതിൻ്റെ യൂണിറ്റായിട്ട് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് CI. CI എന്ന് പറയുന്ന
ലെറ്ററിലാണ് ക്യൂരി എന്ന് പറയുന്ന യൂണിറ്റ് കാണിക്കുന്നത്. സോ 1 ക്യൂരി is defined as the number of disintegrations per second from 1 gram of radium. റേഡിയം എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ 1 gram of radium എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൽ നിന്ന് ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന ഡിസിൻറ്റഗ്രേഷൻസിൻ്റെ എണ്ണമാണ് 1 ക്യൂരി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതൊന്ന് നോട്ട് ചെയ്യാം. 1 ക്യൂരി ഈസ് ദി number of disintegrations per second from 1 gram of radium 226 is a radioactive element. അതിൻ്റെ 1 ഗ്രാമിൽ നിന്നും ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന ഡിസിൻറ്റഗ്രേഷൻസിൻ്റെ എണ്ണമാണ് എന്തായിട്ട് പറയുന്നത് 1 ക്യൂരി ആയിട്ട് പറയുന്നത്. ഓക്കെ, മാത്തമാറ്റിക്കലി 1 ക്യൂരി ഇസ് ഈക്വൽ ടു 3.7 ഇൻറ്റു 10 to the power 10 ഡിസിൻറ്റഗ്രേഷൻസ് പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഒരു സെക്കൻഡിൽ 3.7 ഇൻറ്റു 10 to the power 10 ഡിസിൻറ്റഗ്രേഷൻസ് ആണ് നടക്കുന്നത്. എന്തിൽ? റേഡിയം 226. അതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് 1 ക്യൂരി ആയിട്ട് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ക്യൂരി എന്ന് പറയുന്നതല്ല ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ്. SI യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റി ഈസ് ബെക്വറൽ. ബെക്വറലാണ് ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് 1 becquerel is equal to 1 dps. ദാറ്റ് ഈസ് 1 disintegrations per second ആണ് എന്തായിട്ട് പറയുന്നത് 1 becquerel ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്ടിവിറ്റിയെക്കുറിച്ച് ഏറ്റവും ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി നമുക്കിതിൽ കാണുന്ന മറ്റൊരു ടേമാണ് എക്സ്പോഷർ. അതേപോലെ അതിൻ്റെ യൂണിറ്റാണ് റോൺജൻ. നമുക്കറിയാം റോൺജൻ എന്ന് പറയുന്ന ആളാണ് നമ്മൾ എക്സ്റേ കണ്ടെത്തിയതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് നമുക്കിതിന് റോൺജൻ എന്നുള്ള യൂണിറ്റൊക്കെ വന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ഹാവ് ടു സീ വാട്ട് ഈസ് മീൻ ബൈ ആൻ എക്സ്പോഷർ. എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫീൽഡിലേക്ക് ഒരു ഹൈ എനർജിക് ആയിട്ടുള്ള ഫോട്ടോൺസ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള എക്സ്റേയോ ഗാമാറേയോ ഒക്കെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ആ മീഡിയത്തിനെ അയണൈസ് ചെയ്യും. പൂർണ്ണമായിട്ട് അയണൈസ് ചെയ്യുന്നല്ല, അയണൈസേഷൻ സംഭവിക്കും. ഒരു എനർജറ്റിക് പാർട്ടിക്കിൾ ഒരു മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മീഡിയത്തിലുള്ള മറ്റാറ്റങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ അതിൽ അയണൈസേഷൻ സംഭവിക്കും. This amount of ionizing photons present in that field that is giving the idea of exposure. Okay, അപ്പോൾ എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോഷർ ഇൻഡിക്കേറ്റ്സ്, എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? the amount of ionizing photons. photons എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ആളാണ് പ്രസൻറ്റ് ഇൻ എ ഫീൽഡ് അല്ലേ. സോ ക്വാണ്ട ഓഫ് ലൈറ്റ് ആണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിസിബിൾ ലൈറ്റ് മാത്രമല്ല, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ആൾക്കാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോൺ, ഒരു അയണൈസിങ് ഫോട്ടോൺ നമ്മളൊരു മീഡിയത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ ഈ അയണൈസേഷൻ മൂലം ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. എത്ര ചാർജ് പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര അയണൈസേഷൻ ഇവൻറ്റ്സ് നടക്കുന്നു അത്രയും നമ്പർ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. സോ അയണൈസിങ് ഫോട്ടോൺസ് ആർ ക്വാണ്ടിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടോട്ടൽ ചാർജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റേഡിയേഷൻ ഇൻ ദാറ്റ് ഗിവൺ മീഡിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ ഈ ഫോട്ടോൺ, അയണൈസിങ് ഫോട്ടോൺ ഒരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അയണൈസേഷൻ സംഭവിക്കുന്നു. അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ദ നമ്പർ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ്, എത്രത്തോളം ചാർജ്ഡ് പാർട്ടിക്കിൾസാണ് ഉണ്ടായത് എന്നുള്ളത് എന്തുകൊണ്ട്? ബൈ അയണൈസേഷൻ, ഈ ഒരു റേഡിയേഷൻ്റെ അയണൈസേഷൻ കൊണ്ട്, ഈസ് പ്രൊപ്പോർഷണൽ ടു, എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും?
അയോണൈസിങ് ഈവൻസ്, എത്ര അയണൈസിങ് ഈവൻസ് സംഭവിച്ചു എന്നുള്ളതിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അയണൈസേഷൻ ഫോട്ടോൺസിന് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ചാർജ്, ഹൗ മച്ച്, വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് പ്രൊഡ്യൂസ്ഡ്, അതും അയണൈസിങ് ഫോട്ടോൺസിൻ്റെ എണ്ണവും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അയണൈസിങ് ഫോട്ടോൺസ് can be quantified. Ionizing photons can be quantified on the basis of total charge produced. Total charge produced. എത്രത്തോളം ചാർജ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനെ പോലെ എന്നുള്ളതിനെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അയണൈസിങ് ഫോട്ടോൺസിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാം ബൈ ദ റേഡിയേഷൻ ഇൻ ദ ഗിവൺ മീഡിയം. ഓക്കെ, ഒരു മീഡിയത്തിലൂടെ ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോകുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോൺസ് പാസ് ചെയ്യുമ്പോൾ അവിടെ എത്രത്തോളം ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും അയണൈസിങ് ഇവൻറ്റ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ അത്രയും അയണൈസിങ് ഫോട്ടോൺസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നൗ നമ്മളിവിടെ എക്സ്പോഷറാണ് നമ്മൾ പറഞ്ഞത്. എക്സ്പോഷർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് എമൗണ്ട് ഓഫ് അയണൈസിങ് ഫോട്ടോൺസ് പ്രസൻറ്റ് അല്ലേ. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഡിയേഷൻ ക്വാണ്ടിറ്റി മെഷേർഡ് in terms of ionization in air in a small volume around a point. നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക, ആ പോയിൻറ്റിന് ചുറ്റും ചെറിയൊരു വോളിയം എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ആ ഒരു ചെറിയ വോള്യത്തിൽ എയർ ആണ് മീഡിയം, എയർ എന്നുള്ള മീഡിയം ആണെന്ന് അസ്യൂം ചെയ്യാം. ആ ചെറിയൊരു വോള്യത്തിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ ക്വാണ്ടിറ്റിയുടെ മെഷറാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. സോ എക്സ്പോഷർ ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ്, ഓർ exposure is also refers to the radiation quantity measured in terms of ionization in air. എയറിലാണ് അയണൈസേഷൻ നടക്കുന്നത്. അയണൈസേഷൻ ഇൻ air in a small volume around a point. So we have a point, അതിൻ്റെ ചുറ്റും നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു വോള്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു വോള്യം, ഇതിലുള്ള മീഡിയം എയർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഈ ഒരു ചെറിയ വോള്യത്തിലുള്ള റേഡിയേഷൻ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ്, ആ മീഡിയത്തിലൂടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പോകുമ്പോൾ അവിടെ അയണൈസേഷൻ സംഭവിക്കും. ആ അയണൈസേഷൻ്റെ ബേസിൽ എത്രത്തോളം റേഡിയേഷൻ ക്വാണ്ടിറ്റി നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്തായിട്ട് പറയുന്നത്, എക്സ്പോഷറായിട്ട് പറയുന്നത്. സോ ദിസ് ഇസ് എക്സ്പോഷർ ഈസ് എ സോഴ്സ് റിലേറ്റഡ് ടേം. ഇതൊരു സോഴ്സ് റിലേറ്റഡ് ടേമാണ്. ആൻഡ് ദ യൂണിറ്റ് ഓഫ് എക്സ്പോഷർ ഈസ് റോൺജൻ. റോൺജൻ എന്ന് പറയുന്നതാണ് എക്സ്പോഷറിൻ്റെ യൂണിറ്റ്. ക്യാപിറ്റൽ ആർ എന്നുള്ള ലെറ്ററിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, റോൺജൻ എന്ന് പറയുന്നത് അതിൻ്റെ കൺവെൻഷണൽ യൂണിറ്റാണ്. സോ വാട്ട് ഈസ് മീൻ ബൈ വൺ റോൺജൻ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ക്വാണ്ടിറ്റി ഓഫ് എക്സ് റേഡിയേഷൻ, എക്സ് റേ ഓർ ഗാമ റേ, സച്ച് ദാറ്റ് the associated corpuscular emission per 0.001293 grams of air produces in air ions carrying 1 ESU of quantity of electricity of either sign. സംഭവത്രേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ 0.001293 ഗ്രാംസ് ഓഫ് എയറിൽ 1 ESU ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട എക്സ്റേയുടെ അല്ലെങ്കിൽ ഗാമ റേയുടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ക്വാണ്ടിറ്റി ഓഫ് എക്സ്റേ അല്ലെങ്കിൽ ഗാമ റേ ആണ് എന്ത് പറയുന്നത്, 1 റോൺജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക, 1 റോൺജൻ be the
എന്തിൻ്റെ ക്വാണ്ടിറ്റിയാണ്? ക്വാണ്ടിറ്റി ഓഫ് എക്സ് ഓർ ഗാമ റേഡിയേഷൻ, എക്സ് റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. സച്ച് ദാറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ റേഡിയേഷൻ, ഈ ക്വാണ്ടിറ്റി ഓഫ് റേഡിയേഷൻ്റെ എന്താ ഉണ്ടാക്കുന്നത്? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് corpuscular emission, that is emissions of particles, corpuscular emission per 0.001293 grams of air. ഇത്രയും ഗ്രാം ഓഫ് എയറിലുള്ള കോർപ്പസ്കുലാർ എമിഷൻ ആണ്. ക്യാരിയിങ് എത്ര എമൗണ്ട് ഓഫ് ചാർജ് ആണ്? 1 ESU of electricity of either charge. അത് പ്ലസ് ചാർജ് ആണോ മൈനസ് ചാർജ് ആണോ എന്നുള്ള വിഷയമല്ല, പ്ലസ് ഓർ മൈനസ് ചാർജ് ഏതെങ്കിലും ഒരു ചാർജിൻ്റെ 1 ESU എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് എയറിലാണ്? 0.001293 ഗ്രാംസ് ഓഫ് എയറിൽ ഇത്രയും 1 ESC ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര റേഡിയേഷൻ അതിലേക്ക് എക്സ്പോസ് ചെയ്യുന്നോ ആ റേഡിയേഷൻ ക്വാണ്ടിറ്റിയാണ് നമ്മളെന്ത് പറയുന്നത്? 1 റോൺജൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇറ്റ് മസ്റ്റ് ബി അണ്ടർ STP. ഇത് എപ്പോഴും എന്തിൻ്റെ ഉള്ളിലായിരിക്കണം? ഏത് കണ്ടീഷനിലായിരിക്കണം? STP. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിലായിരിക്കണം. എന്താണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ എത്ര പറയുക? 273 കെൽവിൻ ആണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. പ്രഷർ എന്ന് പറയുന്നത് 760 mm മെർക്കുറിയാണ്. 760 mm മെർക്കുറിയാണ് സ്റ്റാൻഡേർഡ് പ്രഷറായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇത്രയും കോൺസ്റ്റൻറ്റ് പ്രഷറും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും ഒക്കെ ആക്കി വെക്കണമെങ്കിൽ യു കാൺ യൂസ് ആൻ ഓപ്പൺ ചേംബർ. ഓപ്പൺ ചേംബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തോളുന്നില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അതിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഇതിനൊക്കെ വേരിയേഷൻ വരാം അല്ലേ. അപ്പോൾ ഓപ്പൺ ചേംബറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ, ഈ ഒരു ടെമ്പറേച്ചർ പ്രഷർ കറക്ഷൻസ് നമുക്കപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ റോൺജൻ്റെ ഡെഫിനിഷനിലാണ് ഈ STP എന്ന് പറയുന്ന കണ്ടീഷൻ വന്നത്. ഈ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു യൂണിറ്റ് കൊണ്ടുവരികയാണ്. ആ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഇതിലെ SI യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ SI യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസൊക്കെ ഒഴിവാക്കണം. എന്താണ് ഈ STP മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഡിഫിക്കൽട്ടീസ്, വോളിയം ഓഫ് എയർ എത്ര ആയിരിക്കണം എന്നുള്ള ഡിഫിക്കൽട്ടീസ്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ വോളിയം ഓഫ് എയറിനെ ഒഴിവാക്കാൻ വേണ്ടി അവർ വോളിയം എന്ന് പറയുന്നത് സ്പേസ് അങ്ങനെ കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്, ഡെൻസിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിന് പകരം ഇൻ ടേംസ് ഓഫ് മാസ് ആണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് വോളിയം ആണെങ്കിൽ ടെമ്പറേച്ചർ മാറിയാലും പ്രഷർ മാറിയാലും ഒക്കെ വോളിയം ചേഞ്ച് ചെയ്യാം. പക്ഷേ മാസ് എന്ത് ചെയ്യുന്നില്ല, അത് ടെമ്പറേച്ചർ മാറിയതുകൊണ്ടോ വോളിയം മാറിയതുകൊണ്ടോ ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഈ വോളിയം ചേഞ്ചിങ് എന്ന് പറയുന്ന STP അല്ലാതെ ടെമ്പറേച്ചറോ പ്രഷറോ വേരിയേഷൻ മൂലം വോളിയം ചേഞ്ച് എന്ന് പറയുന്ന പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ വോളിയം എന്നുള്ളതിനേക്കാൾ അപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മാസിൻ്റെ ടേംസിൽ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. സോ വൺ എക്സ്പോഷർ ഈസ് ഡിഫൈൻഡ് ആസ് SI യൂണിറ്റിലാണ് നമ്മൾ പറയുന്നത്. ഇൻ SI യൂണിറ്റ് വൺ എക്സ്പോഷർ എന്ന് പറയുന്നത് വൺ എക്സ്പോഷർ യൂണിറ്റ്, നോട്ട് എക്സ്പോഷർ, വൺ എക്സ്പോഷർ യൂണിറ്റ്, ഒരു യൂണിറ്റാണ് നമ്മൾ പറയുന്നത്, ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് എമൗണ്ട് ഓഫ് ഫോട്ടോൺസ് which can produce or which produces 1 coulomb of charge in 1 kilogram of air. 1 kilogram of airൽ 1 coulomb of charge പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര ഫോട്ടോൺസ് നമ്മൾ കൊടുക്കുന്നോ അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു, എക്സ്പോഷർ. അതിനെ ഒരു യൂണിറ്റായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ്
1 എക്സ്പോഷർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ആ യൂണിറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. എത്ര ചാർജാണ് ഉണ്ടാക്കുന്നത്? 1 കൂളോംബ്. എത്ര മാസിലാണ്? 1 കിലോഗ്രാം. സോ ദ SI യൂണിറ്റ് ഓഫ് എക്സ്പോഷർ ഈസ് കൂളോംബ് പെർ കിലോഗ്രാം ആണ്. കൂളോംബ് പെർ കിലോഗ്രാം. റോഞ്ചൻ എന്ന് പറയുന്നത് കൺവെൻഷണൽ യൂണിറ്റ് ആണ്. കൂളോംബ് പെർ കിലോഗ്രാം എന്ന് പറയുന്നതാണ് അതിൻ്റെ SI യൂണിറ്റ്. സോ 1 റോഞ്ചൻ ഈസ് ഈക്വൽ ടു 2.58 ഇൻറ്റു 10 to the power -4 കൂളോംബ് പെർ കിലോഗ്രാം ആണ്. 1 റോഞ്ചൻ എന്ന് പറയുന്നത് 2.58 ഇൻറ്റു 10 to the power -4 കൂളോംബ് പെർ കിലോഗ്രാം ആണ്. ഓക്കെ. ഈ റോഞ്ചൻ യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള റോഞ്ചൻ എന്നുള്ള യൂണിറ്റ് തന്നെ മാറ്റാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അതിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്, ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് STP എന്ന് പറയുന്ന കണ്ടീഷൻ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്ന കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് റോഞ്ചൻ യൂണിറ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ഒരു ഓപ്പൺ ചേമ്പറിൽ നമുക്കത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ ടേംസ് ഓഫ് റോഞ്ചൻ ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറഞ്ഞ റോഞ്ചൻ ഡിഫൈൻ ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദിസ് വൺ, quantity of X or gamma radiation. It is defined for X-ray or gamma ray. X-rayക്കോ ഗാമ റേയുടെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോഞ്ചൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പോരായ്മയാണ്. റോഞ്ചൻ ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ എക്സ് ആൻഡ് ഗാമ റേഡിയേഷൻസ്. മറ്റ് റേഡിയേഷൻസിനെ കുറിച്ച് നമുക്കതിൽ കൃത്യമായിട്ടൊരു വിവരം തരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ റോഞ്ചൻ വെച്ചിട്ട് നമുക്ക് ഓൺലി 3 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള ഫോട്ടോൺ എനർജീസേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റോഞ്ചൻ അതുവരെയുള്ള കണ്ടീഷൻസിൽ മാത്രം, അത്രയും എനർജിയുള്ള ആൾക്കാർക്ക് മാത്രം റോഞ്ചൻ എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനേക്കാൾ വലിയൊരു എമൗണ്ടാണ് വരുന്നതെങ്കിൽ യു കാൺട്ട് യൂസ് ദ യൂണിറ്റ് ഓഫ് റോഞ്ചൻ, ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു പ്രോബ്ലം. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം, റോഞ്ചൻ എന്ന് പറയുന്ന എക്സ്പോഷറിൻ്റെ യൂണിറ്റാണ്. അത് ഒരിക്കലും ഒരു ഡോസിൻ്റെ യൂണിറ്റ് അല്ല. എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്തു എന്നുള്ളതിൻ്റെ യൂണിറ്റ് അല്ല റോഞ്ചൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതേപോലെ റോഞ്ചൻ്റെ കേസിൽ, അല്ലെങ്കിൽ ആ റോഞ്ചൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ട്, അതിൻ്റെ എനർജി നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡറി ഇലക്ട്രോൺസിൻ്റെയൊക്കെ റേഞ്ച് ഉൾപ്പെടുന്ന രീതിയിലുള്ള വോള്യം ഉൾപ്പെടുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ സർഫസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറേ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും റോഞ്ചൻ എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് എക്സ്പോഷറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. അടുത്തതായിട്ട് നമുക്കിതിൽ വരുന്ന ടേമാണ് റേഡിയേഷൻ ഫ്ലുവൻസ് എന്ന് പറയുന്നിട്ട്. റേഡിയേഷൻ ഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. Radiation fluence is the number of photons. It's not mandatory to be photons. Photons are particles passing through a unit cross sectional area. നമ്പർ ഓഫ് ഫോട്ടോൺസ് പാസിംഗ് ത്രൂ എ ക്രോസ് സെക്ഷണൽ ഏരിയ. അതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫ്ലുവൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 5 എന്നുള്ള ലെറ്ററാണ് പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഫോട്ടോൺസ് ബൈ ഏരിയ ആണ് ഫ്ലുവൻസ് എന്ന് പറയുന്നത്. മറ്റൊരു ടേമാണ് ഫ്ലക്സ്. ഫ്ലക്സും ഫ്ലുവൻസും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഫ്ലക്സ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി ഫ്ലുവൻസ് റേറ്റ്. ഫ്ലുവൻസ് റേറ്റ് ആണ് എന്ത് അറിയപ്പെടുന്നത്, ഫ്ലക്സ് എന്നറിയപ്പെടുന്നത്. റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ബൈ യൂണിറ്റ് ടൈം. ദാറ്റ് ഈസ് ഫ്ലുവൻസ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഫ്ലക്സ് കിട്ടുക. നമ്പർ ഓഫ് ഫോട്ടോൺസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, അതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് photons passing through unit area per unit time.
എന്താ വരിക, ഫോട്ടോൺസ് ബൈ ഏരിയ, അതാണ് എന്ത്, ഫ്ലുവൻസ് പെർ യൂണിറ്റ് ടൈം. യു ക്യാൻ റൈറ്റ് ഫ്ലുവൻസ് ബൈ ടൈം, അതാണ് ഫ്ലക്സ്. ഓക്കെ. പിന്നെ നമ്മൾ കാണുന്ന ഒരു ടേമാണ് എനർജി ഫ്ലുവൻസ്. സൈ എന്നുള്ള ലെറ്ററാണ് പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. സൈ, എനർജി ഫ്ലുവൻസ്. ആ പേര് പോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി പാസിങ് ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ബൈ ഏരിയ ആണ്. ഇവിടെ ആണെങ്കിലും ബൈ ഏരിയ ആണ്, പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ. സോ എമൗണ്ട് ഓഫ് എനർജി passing through a unit cross sectional area. Psi is equal to, നമുക്ക് ഇങ്ങനെ കാണാം, 5 into E. Phi is nothing but photons by area, and E is energy by photons. ഈ ഒരു റിലേഷൻ നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഫോട്ടോൺസ് രണ്ട് സ്ഥലത്തും ക്യാൻസൽ ചെയ്യുന്നത്, ദാറ്റ് ഈസ് എനർജി ബൈ ഏരിയ, ദാറ്റ് ഈസ് ദി എനർജി ഫ്ലുവൻസ്. ഓക്കെ. മറ്റൊരു ടേം നമുക്ക് കാണേണ്ടതാണ് കർമ. കർമ എന്നുള്ളത് കൈനറ്റിക് എനർജി റിലീസ്ഡ് ഇൻ ദ മീഡിയം, അതിൻ്റെ കൈനറ്റിക് എനർജി റിലീസ്ഡ് എന്നുള്ളതിൻ്റെ ഇൻ എ മീഡിയം എന്നുള്ളതിൻ്റെ അബ്രീവിയേറ്റഡ് ഫോമാണ് കർമ എന്നുള്ളത്. കൈനറ്റിക് എനർജി റിലീസ്ഡ്. സോ ദിസ് ഇസ് കർമ. അപ്പോൾ നമുക്കിതിൽ കുറച്ചുകൂടി ഡെഫിനേഷൻ പോലെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയേണ്ട കാര്യം, ഇറ്റ് ഈസ് എ ടോട്ടൽ എനർജി ട്രാൻസ്ഫേർഡ് ബൈ ദ റേഡിയേഷൻ ടു ദ മാറ്റർ. ഈസ് ദ ടോട്ടൽ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ടോട്ടൽ എനർജി ട്രാൻസ്ഫേർഡ് by the radiation to the matter. Okay. So which describes, or this karma describes the interaction of photons with the medium. നമ്മളൊരു മീഡിയമാണ്, ഒരു മീഡിയത്തിലൂടെ ഫോട്ടോൺസ് മൂവ് ചെയ്യുമ്പോൾ ആ ഫോട്ടോൺസിൻ്റെ കുറച്ച് എനർജി ഈ മീഡിയത്തിലുള്ള ആറ്റത്തിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എക്സ്റേയോ അല്ലെങ്കിൽ ഗാമാറയൊക്കെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ദേ വിൽ ട്രാൻസ്ഫർ ദെയർ കൈനറ്റിക് എനർജി ടു ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ. സോ കർമ എന്ന് പറയുന്നത് എത്രത്തോളം കൈനറ്റിക് എനർജിയാണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ മെഷറാണ്. സോ കർമ ഈസ് ദ മെഷർ, കർമ കെ എന്നുള്ള ലിറ്ററിലാണ് കാണിക്കുന്നത്, ഈസ് ദ മെഷർ of kinetic energy transferred to the charged particles. സോ ആ മീഡിയത്തിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിന് എത്ര കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിൻ്റെ മെഷറാണെന്ത്, കർമ എന്ന് പറയുന്നത്. ഇവിടെ കൈനറ്റിക് എനർജി ആരാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? It is transferred by the photons. So total kinetic energy, it is the sum of initial kinetic energy of all charged ionizing particles liberated by the photons in a material of unit mass. Okay. ഈ ഒരു പ്രോസസ്സിൽ ഇവിടെ നമുക്കൊരു ഫിഗർ പോലെ ഞാനിവിടെ കാണിക്കാം. നമ്മളടുത്ത് ഒരു എന്താ പറയുക, ഒരു ഫോട്ടോൺ, ഒരു പാർട്ടിക്കിൾ ഉണ്ട്. Maybe this.
ഇവിടേക്ക് ഒരു റേഡിയേഷൻ വന്നു വീഴുന്നു. ഓക്കെ, ഈ റേഡിയേഷൻ ഇറ്റ്സ് എ ഫോട്ടോൺ. A photon is incident to the charge particle. ഈ ഫോട്ടോണിൻ്റെ എനർജി h ആണ്. ഇത് ഫോട്ടോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോംപ്റ്റൺ സ്കാറ്ററിംഗ് ഒക്കെ പഠിച്ച പോലെ ഈ ഫോട്ടോൺ എന്ത് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്ത് പോകുന്നു. അതേസമയം എന്തുണ്ട്, ഈ പാർട്ടിക്കിളിനും എന്ത് കിട്ടുന്നു, കുറച്ച് സം എമൗണ്ട് ഓഫ് എനർജി കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇവിടെ ഒരു ഫിഗർ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണാം. ബ്രംസ്ട്രോളൻ, അതേപോലെ ഡെൽറ്റ റൈസ്, ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് കാണാം. ഇത് കെർമയുടെ കണ്ടീഷനിൽ നമ്മൾ പറയുന്നതാണ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഒരു ഫോട്ടോണാണ് റേഡിയേഷൻ, അതിനൊരു സം എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. ആ റേഡിയേഷൻ ഒരു മീഡിയത്തിലേക്ക് വരുന്നു, മീഡിയത്തിലുള്ള ആറ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള പാർട്ടിക്കിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അതേപോലെ ആ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഫോട്ടോൺ എന്ത് ചെയ്തു, സ്കാറ്റർ ചെയ്ത് അതിൻ്റെ ഡയറക്ഷനൊക്കെ മാറി പോകുന്നുണ്ട്. യു ഹാവ് നമ്മൾ കോംപ്റ്റൺ സ്കാറ്ററിംഗ് ഒക്കെ പഠിച്ച പോലെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഈ പ്രോസസ്സിൽ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഈ ഇലക്ട്രോണും ന്യൂക്ലിയസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്രംസ്ട്രോളൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇലക്ട്രോൺ മറ്റ് ഇലക്ട്രോൺസുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഡെൽറ്റ റേസ്. ഇലക്ട്രോൺ ഇൻട്രാക്ഷനിൽ നിന്ന് ഡെൽറ്റ റേസും ഇലക്ട്രോൺ ന്യൂക്ലിയസ് ഇൻട്രാക്ഷനിൽ നിന്നും നമുക്ക് ബ്രംസ്ട്രോളനും കിട്ടുന്നുണ്ട്. സോ ഈ റേഡിയേഷൻ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി അയണൈസേഷൻ പ്രോസസ്സിന് മാത്രമായിട്ട്, അയണൈസേഷൻ നടക്കുമ്പോൾ പൂർണ്ണമായിട്ടും അത് എന്ത് ചെയ്യുന്നില്ല, ഈ ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ മീഡിയം പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റിന് യൂസ് ചെയ്യുന്നില്ല. അതിൽ കുറച്ചൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബ്രംസ്ട്രോളൻ ഓവർകം ചെയ്യാനും ഡെൽറ്റ റേസിനെ ഓവർകം ചെയ്യാനും ഒക്കെ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡെൽറ്റ റേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ആണ്, അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബ്രംസ്ട്രോളിനെ അപേക്ഷിച്ച് ഇത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് കെർമ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ വന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സംഭവം അത്രയേ ഉള്ളൂ, നമ്മളൊരു ഫോട്ടോൺ വരുന്നു ആൻഡ് ഇറ്റ് ഹാസ് സം എമൗണ്ട് ഓഫ് എനർജി. ദാറ്റ് എമൗണ്ട് ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ മീഡിയം. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീഡിയത്തിൽ മറ്റ് ആറ്റങ്ങളുണ്ടായിരിക്കും, ന്യൂക്ലിയസുകളുണ്ടായിരിക്കാം. ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഈ ഫോട്ടോൺ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ചാർജ്ഡ് ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ഈ ചാർജ്ഡ് ഇലക്ട്രോൺ ആറ്റോത്തിലുള്ള ന്യൂക്ലിയസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രംസ്ട്രോളൻ ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോൺ മറ്റ് ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ റേസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മീഡിയത്തിലേക്ക് വരുന്ന ഫോട്ടോണിൻ്റെ എനർജി ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ദ റേഡിയേഷൻ ഇൻട്രാക്ട്സ് വിത്ത് മാറ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ കെർമ എന്താണെന്ന് പറഞ്ഞു, അതേപോലെ റോൺജൻ എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു. എനർജി ഫ്ലക്സ് ഫ്ലുവൻസ് എന്താ, റേഡിയേഷൻ ഫ്ലുവൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മളിതിൽ കാണുന്ന മറ്റൊരു ഒരു ചെറിയ പാർട്ട് കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അബ്സോർബ്ഡ് ഡോസ്. ഓക്കെ, അബ്സോർബ് ഡോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പോഷർ എന്താണെന്ന് കണ്ടു അല്ലേ. എക്സ്പോഷർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു എമൗണ്ട് എന്താ പറയുക, പ്രത്യേകിച്ച് 1 കിലോഗ്രാം ഓഫ് ഒബ്ജക്റ്റിൽ 1 കൂളംബ് ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റേഡിയേഷൻ്റെ മെഷറിനെയാണ് നമ്മൾ എക്സ്പോഷർ എന്നൊക്കെ പറഞ്ഞത് അല്ലേ. ഈ എക്സ്പോഷറും അബ്സോർബ്ഡ് ഡോസും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. നമ്മൾ എക്സ്പോഷറിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് റോൺജൻ പറഞ്ഞത്. അത് തന്നെ അതിൻ്റെ കൺവെൻഷണൽ യൂണിറ്റ് ആണ്, അതിൻ്റെ SI യൂണിറ്റ് കൂളം പെർ കിലോഗ്രാം ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അബ്സോർബ്ഡ് ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് ദ റേഡിയേഷൻ അബ്സോർബ്ഡ്
പെർ ഗ്രാം ഓഫ് ദ സിസ്റ്റം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഓരോ യൂണിറ്റ് ഗ്രാമിലും എത്രത്തോളം റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ് അബ്സോർബ് ഡോസിൻ്റെ കാര്യം. ഓക്കെ, സോ അബ്സോർബ് ഡോസ് ഈസ് the radiation absorbed per gram of that object. Radiation absorbed per gram. Okay, so 1 rad ഇതിൻ്റെ യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ പറയുന്ന യൂണിറ്റ് ആണ് റാഡ്. ഈ റാഡ് സ്മോൾ ആർ എന്നുള്ള ലെറ്ററിലാണ്. നമ്മൾ റോൺജൻ കണ്ടു ക്യാപിറ്റൽ ആർ ആണ്, റാഡ് സ്മോൾ ആർ ആണ്. ഈ റാഡ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, ഹൗ യു ക്യാൻ റിലേറ്റഡ് റാഡ് വിത്ത് എനർജി. സോ ഇറ്റ് ഈസ് സിംപ്ലി ലൈക്ക് ദിസ്, 1 റാഡ് ഈസ് ഈക്വൽ ടു 100 എർഗ്സ് പെർ ഗ്രാം. 100 എർഗ്സ് പെർ ഗ്രാം ആണ് 1 റാഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് എന്ത് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണെന്നുള്ളതോ എന്ത് മീഡിയം ആണെന്നുള്ളതോ ഒന്നും കമ്പയർ ചെയ്തിട്ടല്ല, അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല നമ്മുടെ റാഡ് എന്ന് പറയുന്ന യൂണിറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ റേഡിയേഷൻ അബ്സോർബ് പെർ യൂണിറ്റ് ഗ്രാം ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, സോറി. സോ എക്സ്പോഷർ ടു റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം ദ റേഡിയേഷൻ ടു ദ മീഡിയം. അതാണ് നമ്മൾ കേർമയായിട്ട് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ എനർജിയും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നില്ല, മീഡിയം അബ്സോർബ് ചെയ്യുന്നില്ല. കുറേയൊക്കെ എന്തിനാണ് ബ്രംസ്റ്റോളിനെ ഓവർകം ചെയ്യാനും ഡെൽറ്റ റേസിനെ ഓവർകം ചെയ്യാനും അതിനൊക്കെ അങ്ങനത്തെ എഫക്റ്റുകൾക്കൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അബ്സോർബ് ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർമയിൽ നിന്നും ബ്രംസ്റ്റോളൻ എനർജി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണോ അതാണ് അബ്സോർബ് ഡോസ് ആയിട്ട് ഉണ്ടാവുക. So absorbed dose is equal to Kerma minus Bremsstrahlin. ഏത് റൈസിൻ്റെയാണ്? Bremsstrahlin of X-rays. ഓക്കെ, സോ അബ്സോർബ് ഡോസിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്താൽ എന്താ പറയാൻ പറ്റുക? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് പെർ unit mass of the medium. Okay, absorbed dose is the, or it refers to, absorbed dose is refers to the amount of energy absorbed per unit mass of the medium. അബ്സോർബ് ഡോസിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ്, എസ്പെഷ്യലി തന്നെ പറയാം, SI യൂണിറ്റ് ഓഫ് അബ്സോർബ് ഡോസ് എന്ന് പറയുന്നത് ഗ്രേ ആണ്. ഗ്രേ ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ GY. ഓക്കെ, 1 ഗ്രേ ഇസ് ഈക്വൽ ടു 1 joules per kilogram. 1 ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 joule per kilogram ആയിരിക്കും. ഓക്കെ, ഇവിടെ റാഡ് ആണെങ്കിലും ഗ്രേ ആണെങ്കിലും ഒക്കെ എന്തിൻ്റെ ബേസിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ബേസ്ഡ് ഓൺ ദി എനർജി ഡെലിവേർഡ് ടു ദ മീഡിയം. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ്സൊക്കെയാണ് നമ്മൾ എന്ത് ബയോളജിക്കൽ ഇഫക്ട്സിനൊക്കെ ഇഫക്ട്സൊക്കെ പറയുമ്പോൾ അധികം യൂസ് ചെയ്യുന്ന യൂണിറ്റ്. ഓക്കെ, സോ ദിസ് rad or gray is used to quantify the radiation dose to the patient, to the person who are subjected to be. Okay, so it is absorbed dose is the amount of energy absorbed by the matter over a certain length of that object. അവിടെ എത്രത്തോളം ആ മാറ്റർ എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ് അബ്സോർബ്ഡ് ഡോസ്. കർമ്മ എന്ന് പറയുന്നത് ആ മീഡിയത്തിലേക്ക് റേഡിയേഷൻ എത്ര എനർജി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ നമുക്ക് ഒരു കാര്യം കൂടിയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്, റോൺജൻ ടു റാഡ് കൺവേർഷൻ ഫാക്ടർ.
Röntgen to rad conversion factor. റോൺജൻ എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു? എക്സ്പോഷറിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. റാഡോ അബ്സോർബ് ഡോസിൻ്റെ യൂണിറ്റ് ആണ്. സോ അബ്സോർബ് ഡോസും എക്സ്പോഷറും തമ്മിലുള്ള റിലേഷനാണ് റോൺജൻ ടു റാഡ് കൺവേർഷൻ ഫാക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ റിലേഷൻ നമുക്ക് കിട്ടാം. സോ അബ്സോർബ്ഡ് ഡോസ് is indicated by the letter capital D, which is equal to F into exposure so absorbed dose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F into exposure ആണ്. അപ്പോൾ F എന്താ? It is the Röntgen to rad conversion factor. റോൺജനിൽ നിന്ന് റാഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ട ഫാക്ടറാണ്, റോൺജൻ ടു റാഡ് കൺവേർഷൻ ഫാക്ടറാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് എഫ് ഫാക്ടർ ഈസ് ക്ലോസ് ടു 1 ഫോർ എയർ, മസിൽ ഓർ ദ സോഫ്റ്റ് ടിഷ്യൂസ്. അതേപോലെ ഇതിൻ്റെ വാല്യൂ കൂടുന്തോറും അവിടെ ആ തൊലിക്കട്ടി കൂടുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എയർ ബോണിലേക്കൊക്കെ മാറുമ്പോഴേക്കും ഈ കൺവേർഷൻ ഫാക്ടറിൻ്റെ വാല്യൂ 1ൽ നിന്നും 4ലേക്കൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഓഫ് ഹയർ പ്രോട്ടോഇലക്ട്രിക് അബ്സോർപ്ഷൻ, ഇവിടെ കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമുക്ക് എക്സ്പോഷറിന് അല്ലെങ്കിൽ റോൺജൻ ടു റേഡ് കൺവേർഷൻ ഫാക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് യു ഹാവ് ടു ഗോ ത്രൂ ദീസ് തിങ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് റേഡിയേഷൻ്റെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. പിന്നെ നമുക്കിതിൽ വരുന്ന രണ്ട് ടേംസ്, രണ്ട് ഇഫക്റ്റുകളും കൂടിയാണ് നമ്മൾ പറയുന്നത്. റിലേറ്റീവ് ബയോളജിക്കൽ ഇഫക്ട്സ്. ബയോളജിക്കൽ ഇഫക്ട്സ് തന്നെയാണ് നമുക്കിതിൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. ബയോളജിക്കൽ ഇഫക്ട്സ് ആണ് ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് വെദർ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓർ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ സം അതർ ഡിസ്ട്രക്റ്റീവ് പർപ്പസസ്. ഓക്കെ, സോ ഇവിടെ ബയോളജിക്കൽ ഇഫക്റ്റീവ്നെസ് പറയുന്ന സമയത്ത് നമുക്കറിയാവുന്ന പോലെ ഇത് ട്രീറ്റ്മെൻറ്റിനും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഇത് വലിയ ജനിതക അപകടങ്ങൾ ഉണ്ടാക്കാനും ഈ റേഡിയേഷൻസ് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബയോളജിക്കലി എന്ത് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്, ട്രീറ്റ്മെൻറ്റ് ഫോറുള്ള പർപ്പസ് ആണെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് റേഡിയേഷൻ അതിലൂടെ ഏതിലൂടെയാണ് പാസ് ചെയ്യിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ നമുക്ക് വേണം. ഓക്കെ, ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേംസാണ് ഇക്വലൻ്റ് ഡോസ് ആൻഡ് ഇഫക്റ്റീവ് ഡോസ്. ഇക്വലൻ്റ് ഡോസ് ആൻഡ് ഇഫക്റ്റീവ് ഡോസ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ റേഡിയേഷൻസിനും ഒരേ ഇഫക്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരേ ബയോളജിക്കൽ ഡാമേജ് അല്ല ഒരു യൂണിറ്റ് ഡോസിൽ അത് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അത് നമ്മൾ എക്സ്റേ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് അല്ല ആൽഫാറേ ഉണ്ടാക്കുന്നത്, അതല്ല മറ്റ് ബീറ്റായോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ എനർജി പാർട്ടിക്കിൾസോ ഉണ്ടാക്കുന്നത് അല്ലേ. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വെയ്റ്റിംഗ് ഫാക്ടർ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വെയ്റ്റിംഗ് ഫാക്ടർ വിച്ച് ഈസ് represented by the symbol WR. W suffix R. Okay. This it will modify the dose to reflect whether the relative effectiveness cause any biological damage or not. Okay. Anyway, നമ്മൾ പറയുന്നത് ഈക്വലൻ്റ് ഡോസ് ആണ്. ഈക്വലൻ്റ് ഡോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് അബ്സോർബ് ഡോസ് ആൻഡ് റേഡിയേഷൻ വെയ്റ്റിംഗ് ഫാക്ടർ. ഈക്വലൻ്റ് ഡോസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിംബൽ H, which is the product of absorbed dose. Absorbed dose is represented by the symbol capital D into weighting factor. Okay, so this is the product of absorbed dose and weighting factor is given as the equivalent dose. ഇവിടെ ഡി എന്ന് പറയുന്നത് അബ്സോർബ് ഡോസ് ആണ്, WR എന്ന് പറയുന്നത് വെയ്റ്റിംഗ് ഫാക്ടർ ആണ്. വെയ്റ്റിംഗ് ഫാക്ടർ എക്സ്റേ ഗാമാറേക്കൊക്കെ വെയ്റ്റിംഗ് ഫാക്ടർ 1 ആണ്. അതേസമയം തന്നെ ഹൈ എനർജിക്ക് ലീനിയർ ട്രാൻസ്മിറ്റർ എന്നൊക്കെ വരുന്ന
റേസിൽ ഈ വാല്യൂ വളരെ വലുതാണ്. അവിടെ ഒരു ടേബിൾ തന്നെ കൊടുത്തിട്ട് ആൽഫ പാർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിൽ 20 ഒക്കെയാണ് അതിൻ്റെ WR വരുന്നത്. ദാറ്റ് ഈസ് ഇഫ് വെയിറ്റിംഗ് ഫാക്ടർ വരുന്നത്, വെയിങ് ഫാക്ടർ വരുന്നത്. അത് വളരെ ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. സോ ഇറ്റ് മേക്ക് മോർ ഡാമേജ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇക്വലൻ്റ് ഡോസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീവർട്ടാണ്. സീവർട്ട് SV എന്നുള്ള സിമ്പലാണ് യൂസ് ചെയ്യാറ്, സീവർട്ട്. 1 സീവർട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ കിലോഗ്രാം ആണ്. 1 സീവർട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ പെർ കിലോഗ്രാം. അതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഇക്വലൻ്റ് ഡോസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ആളാണ് എന്ത്, ഇഫക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടു അക്കൗണ്ട് ഫോർ ദ വേരിയേഷൻ ഓഫ് റേഡിയോ സെൻസിറ്റിവിറ്റി ഓഫ് ഡിഫറെൻറ്റ് ടിഷ്യൂസ്, ഓരോ ടിഷ്യൂവും ഒരേപോലെയല്ല ഈ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതിൻ്റെ സെൻസിറ്റിവിറ്റി ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ നമ്മൾ മറ്റൊരു വെയിറ്റിംഗ് ഫാക്ടറും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, WT. നമ്മൾ നേരത്തെ ഒരു വെയിറ്റിംഗ് ഫാക്ടർ ഇക്വലൻ്റ് ഡോസിൽ കണ്ടു, അത് WR ആണ്. ഇവിടെ WT ആണ്. ഇവിടെ വെയിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഒരു പർട്ടിക്കുലർ ടിഷ്യൂവിന് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓർഗന് ഇത് എത്രത്തോളം റിസ്ക്കിയാണ് എന്നുള്ളതിൻ്റെ മെഷറാണ് വെയിറ്റിംഗ് ഫാക്ടറായിട്ട് നമ്മൾ പറയുന്നത്. സോ വെയിറ്റിംഗ് ഫാക്ടർ ഈസ് ഫോർ എ പർട്ടിക്കുലർ ടിഷ്യൂ ഓർ ഫോർ എ പർട്ടിക്കുലർ ഓർഗൻ. നമ്മുടെ കൈയാണെങ്കിൽ കയ്യിൽ WT എത്രയാണെന്നുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. മറ്റേതെങ്കിലും പാർട്ടാണെങ്കിൽ അതിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓർഗൻ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വെയിറ്റിംഗ് ഫാക്ടർ വരുന്നത്. സോ ദ വെയിറ്റിംഗ് ഫാക്ടർ ഇസ് ഫോർ പർട്ടിക്കുലർ ഓർഗൻ ഓർ പർട്ടിക്കുലർ ടിഷ്യൂ. ഒരു പർട്ടിക്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓർഗനോ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ഫാക്ടർ ഉള്ളത്. ആൻഡ് ദാറ്റ് ഹാസ് എ റിസ്ക് ഓഫ് സ്റ്റൊക്കാസ്റ്റിക് ഇഫക്ട്സ്. സ്റ്റൊക്കാസ്റ്റിക് ഇഫക്ട്സിന് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കുക. സോ വെൻ സ്ലൈറ്റ്ലി ഇറേഡിയേറ്റഡ് ദ ഓർഗൻ ക്യാൻ have a high risk of stochastic effects. Okay, so same radiation dose ആണ് നമ്മൾ മൊത്തം ബോഡിക്ക് കൊടുക്കുന്നത്, അത് തന്നെയാണ് കൈക്ക് കൊടുക്കുന്നത്, അങ്ങനെയല്ല വരുന്നത്. അതൊക്കെ ഓരോ പാർട്ടിനും ഹോൾ ബോഡിക്ക് എത്ര കിട്ടണം, നമ്മുടെ ഓരോ ടിഷ്യൂവിന് എത്ര കിട്ടണം, ഓരോ ഓർഗൻ എത്ര കിട്ടണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. മീൻസ് ഡിഫറെൻറ്റ് രീതിയിലേക്ക് അതൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ പറയുന്ന ഇഫക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡോസ്, ഓർഗൻ ഡോസ് ഡിവൈഡഡ് ബൈ ദ ഹോൾ ബോഡി ഡോസ്. അതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഇഫക്റ്റീവ് ഡോസിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് പർട്ടിക്കുലർ ഓർഗൻ ഡോസ് ടു ദി ഹോൾ ബോഡി ഡോസ്. ഒരു പർട്ടിക്കുലർ ഓർഗന് മാത്രം വരുമ്പോൾ എത്രയാണ് വരുന്നത്, ഹോൾ ബോഡിക്ക് എത്രയാണ് വരുന്നത്, ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇഫക്റ്റീവ് ഡോസ് ആയിട്ട് പറയുന്നത്, വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ H. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് റേഡിയേഷൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് പറയാനുള്ളത്. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.